വെൽക്കം ടു അനൂസ് ചാനൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കിയാണ് ഇനി എടുക്കാൻ പോകുന്നത്. The 7 years war 1756 to 1763 between England and France was fought partly to protect the interest of colonists. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധത്തിൽ കോളനിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഭാഗികമായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് ബിലീവ്ഡ് ദാറ്റ് ദ കോളനിസ്റ്റ് ഷുഡ് ഹെൽപ്പ് ഷോൾഡർ ദ ഫിനാൻഷ്യൽ ബർഡൻ വിച്ച് ലെഡ് ടു ദ പാസിംഗ് ഓഫ് സ്റ്റാമ്പ് ആക്ട് ഇൻ പാർലമെൻറ്റ് ബൈ പ്രൈം മിനിസ്റ്റർ ജോർജ് ഗ്രീൻവില്ലെ ഇൻ 1765. പ്രധാനമന്ത്രി ജോർജ് ഗ്രീൻവില്ലെ 1765 പാർലമെൻറ്റിൽ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കിയതിലേക്ക് വന്ന സാമ്പത്തിക ഭാരം കോളനിക്കാർ തന്നെ വഹിക്കണം എന്ന് ബ്രിട്ടീഷ് സർക്കാർ വിശ്വസിച്ചു. സ്റ്റാമ്പ് ആക്ട് റിക്വയർഡ് ദാറ്റ് ഓൾ ഡോക്യുമെൻറ്റ്സ്, ലൈസൻസ് ആൻഡ് വിൽസ് ഹാവ് സ്റ്റാമ്പ് അഫിക്സ്ഡ് ടു ദം ഇൻ ഓർഡർ ടു കൺസിഡർ വാലിഡ്. എല്ലാ രേഖകളും ലൈസൻസുകളും വിൽപത്രങ്ങളും സാധുതയുള്ളതായി കണക്കാക്കാൻ സ്റ്റാമ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. ദിസ് ടാക്സ് കോസ്ഡ് വൈഡ് സ്പ്രെഡ് ഔട്ട്റേജ് എമംഗ് കോളനിസ്റ്റ്. ഈ നികുതി കോളനി നിവാസികൾക്കിടയിൽ വളരെയധികം അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. On the day of act, when to colonists burned stamps in streets of New England, closed whale shops, told church bells, and flew flags at half-mast. ഈ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം കോളനി നിവാസികൾ ന്യൂഇംഗ്ലണ്ടിലെ തെരുവുകളിൽ സ്റ്റാമ്പുകളൊക്കെ കത്തിക്കുകയും മറ്റു കടകളൊക്കെ അടപ്പിക്കുകയും പള്ളിമണികൾ അടിക്കുകയും പതാകകൾ പകുതി താഴ്ത്തി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. An American lawyer argued that Parliament had no right to tax the colonists since they were not represented in the House. And this argument was encapsulated in the popular slogan, no taxation without representation. കോളനി നിവാസികൾക്ക് സഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്തതിനാൽ പാർലമെൻറ്റിന് നികുതി ചുമത്താൻ അവകാശമില്ലെന്ന് ഒരു അമേരിക്കൻ അഭിഭാഷകൻ വാദിച്ചിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. കാരണം അമേരിക്കൻ കോളനികൾക്ക് പാർലമെൻറ്റിൽ യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തിന് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. A few individuals, including William Pitt in England, recognized the gravity of the situation and convinced the Parliament to repeal the Stamp Act, which was withdrawn in 1766. 1766 ഈ സ്റ്റാമ്പ് ആക്ട് വില്യം പിറ്റിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനു വേണ്ടിയിട്ട് വാദിക്കുകയും ഇത് ചെയ്തത് ശരിയല്ല എന്ന് പറയുകയും 1766 അങ്ങനെ സ്റ്റാമ്പ് നിയമം അവർക്ക് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. In 1767, Charles Townshend, the Chancellor of Exchequer, introduced a new series of customs duties on paper, paints, glass and tea. 1767 ചാൾസ് ടൗൺഷൻഡ് എന്ന് പറയുന്ന എക്സ്ചക്കറിൻ്റെ ചാൻസലറായിട്ടുള്ള വ്യക്തി ഒരു പുതിയ രീതിയിലുള്ള കസ്റ്റം ഡ്യൂട്ടി കൊണ്ടുവന്നു. അത് പേപ്പർ, പെയിൻറ്റ്, ഗ്ലാസ്, ടീ എന്നിവയ്ക്കൊക്കെയായിരുന്നു കസ്റ്റം ഡ്യൂട്ടീസ് ചുമത്തിയിരുന്നത്. Once again, there arise some riots, public meetings, pamphlets, and newspapers contain inflammatory leading activities. വീണ്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ലഹളകളായിട്ടും പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകളായിട്ടും ലഘുലേഖകൾ, ന്യൂസ് പേപ്പേഴ്സ്, ഇതിലൂടെയൊക്കെയാണ് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചിരുന്നത്. In 1769, the mob in Rhode Island burned the British revenue ship. 1769 ഒരു കൂട്ടം ജനങ്ങൾ റോഡ് ഐലൻഡിലുള്ള ഇംഗ്ലീഷുകാരുടെ ഷിപ്പ്, റവന്യൂ ഷിപ്പിനെ എന്ത് ചെയ്തു, കത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. In 1770, Lord North, the Prime Minister of Great Britain from 1770 to 1782, foolishly repealed all duties except that on tea. 1770 ലോർഡ് നോർത്ത് എന്ന് പറയുന്ന അന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് 1770-1782 കാലഘട്ടങ്ങളിലുള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഈ ടീ ഒഴികെ ബാക്കി എല്ലാത്തിനും ചുമത്തിയിരുന്ന നികുതി എല്ലാം എടുത്തു മാറ്റി. പീപ്പിൾ ടുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ദ ഗവൺമെൻറ്. ദ സോൾജേഴ്സ് ഓഫ് ബോസ്റ്റൺ വേർ ദ വിക്ടിംസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻസൾട്ട്. അങ്ങനെ ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു വീക്ക്നെസ് ആണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി, അമേരിക്കൻ ജനത മനസ്സിലാക്കുകയും ബോസ്റ്റണിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാരാണ് ഇവരുടെ ഈ ഒരു എതിർപ്പിന് എല്ലാ തരത്തിലുള്ള ഇൻസൾട്ടുകളും നേരിട്ടത് ഈ ബോസ്റ്റണിലുണ്ടായിരുന്ന ഇംഗ്ലണ്ടിൻ്റെ സോൾജേഴ്സ് ആയിരുന്നു. On a wintry day, 1770, the soldiers fired on the demonstrating crowd, resulting in the death of 5 people. The American newspaper called it as the Boston Massacre. 1770 ഒരു വിൻ്റർ ഡേയിൽ സോൾജേഴ്സിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഫയറിങ്ങിൽ 5
വ്യക്തികൾ കൊല്ലപ്പെടുകയും അമേരിക്കക്കാരിതിനെ ബോസ്റ്റൺ കൂട്ടക്കൊല എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ഒന്നുകൂടെ പറയാം ഞാൻ, ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയത് കൊണ്ട് തന്നെ അമേരിക്കക്കാർക്കിടയിൽ വലിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. 1773 ഡിസംബർ 16 അവരെല്ലാവരും കൂടെ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചിട്ട് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന അല്ലെങ്കിൽ നങ്കൂരം ഇട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറിയിട്ട് അതിലുള്ള 342 പെട്ടി തേയിലകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇതുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കൊലപാതകത്തെയാണ് ബോസ്റ്റൺ കൂട്ടക്കൊല എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.